നമസ്കാരം. രാധാകൃഷ്ണൻ. ഞാൻ പറഞ്ഞ നമ്മുടെ ഡോക്ടർ, നമ്മുടെ തൃശ്ശൂരിലുള്ള ഒരു മുസ്ലിം സഹോദരി ഡോക്ടറായിട്ട് അവരെ ഒരു വീഡിയോ ഇന്നലെയും ഒന്ന് കാണാൻ തോന്നി. അത് അവർ പറയുന്നത് 6 വർഷം കൊണ്ട് അവർ പിരിഞ്ഞിരിക്കുകയാണ്. എൻ്റെ കൊച്ചിനൊന്നും കൊടുത്തില്ല, ഞങ്ങളെ നോക്കിയില്ല, 100 പവൻ്റെ ഉരുപ്പടി വാങ്ങിച്ചു, പിന്നെ കുറേ പൈസ വാങ്ങിച്ചു. കാരണം അവരെ ഒരു ആരോഗ്യമാണ്, അതൊന്നും തിരിച്ച് തന്നില്ല എന്ത്. അപ്പോൾ ഈ 6 വർഷം ഇവരെ ജീവിതത്തിനത് എന്ത് പറ്റിയെന്ന് നമുക്കറിഞ്ഞില്ല, ഇത്രയും കാലം നീണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ടത്, അതായത് അദ്ദേഹവും താങ്കളും രണ്ടുപേരും ഡോക്ടർമാരാണ്, നിങ്ങൾ രണ്ട് വിദ്യാഭ്യാസമുള്ള വിവരമുള്ള സമൂഹം. ഇത് പൊതുസമൂഹത്തിൽ വന്നുകൊണ്ടാണ് നമ്മളൊക്കെ ഇത് സംസാരിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചത്, നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യം എന്താണ്? 6 വർഷം കൊണ്ട് നിങ്ങൾ ആ കുഞ്ഞിനെ അദ്ദേഹം അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ നോക്കിയാൽ നിങ്ങളോട് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളിൽ എന്തോ ചെറിയൊരു പ്രശ്നമാണ്, ആ ഒരു ചെറിയ പ്രശ്നമാണ് ഇത്രയും വലുതായത്. അതിനെ ഒത്തുതീർക്കാൻ രണ്ട് വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ സമുദായക്കാരോ അതിന് ഇറങ്ങിയിട്ടില്ല. നിസ്സാര പ്രശ്നമായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ, എൻ്റെ അമ്മാവൻ്റെ മോളെ അന്ന് 51 പവൻ്റെ ഉരുപ്പടി ഇട്ട് അയച്ചു. അന്ന് 51 പവൻ വെച്ചാൽ നല്ലൊരു എമൗണ്ടുള്ള സമയമാണ്. 51 പവൻ സാധാരണ ഞങ്ങളെ സമുദായത്തിൽ ആരെ കൊണ്ടും പറ്റില്ല. അവരിട്ട് അയച്ചു. ഒരു ബാങ്ക് ജോലിക്കാരനോട്, നല്ല ചെറുക്കനായതാണ്. അവൻ കല്യാണം കഴിച്ചുകൊണ്ട്, ഇവൾ സുന്ദരി ഒരു പെണ്ണാണ്. കല്യാണം കഴിച്ച് കൊണ്ടുപോയതിനു ശേഷം ഇവൾ 3 മാസം ഗർഭിണിയായപ്പോൾ ഈ അമ്മ ഈ മോളെ കാണാൻ പോയി. മോളെ കാണാൻ പോയപ്പോൾ അവൻ ബാങ്കിലോട്ട് പോകാനുള്ള സമയമാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മാമി കയറി ഇരിക്കണം, അതിൻ്റെ അമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് ആ ബാങ്കിൽ പോകാനുള്ള ഒത്തിരി സമയമായതുകൊണ്ട് അത് ഇറങ്ങിപ്പോകാൻ നേരത്ത്. അപ്പോൾ ഈ അമ്മയെ കണ്ടിട്ട് മരുമകൻ ബഹുമാനിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അത് ബഹുമാനിച്ചില്ല എന്ന് ഇവർക്ക് തോന്നി. ആ മോളടുത്ത് പറഞ്ഞു, പാടി പോവാം വീട്ടിൽ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വന്നു. എൻ്റെ അമ്മാവൻ്റെ മോളാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസമായപ്പോൾ ഞാൻ ചോദിച്ചു, എന്തൊരു നീ പോവാത്തത് ഇവിടെ ഇങ്ങനെ? അത് ശരിയാവില്ല, ഞങ്ങൾ ഇവിടെ പ്രശ്നമായി. ഞാൻ ചെന്ന് അവൻ്റെ ചോദിച്ചു, എന്താണ് കാര്യം ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇത്രയേ ഉള്ള. അപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ട് വരട്ടെ. അണ്ണങ്ങി വിളിച്ചിട്ട് വാ, വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേറെ പ്രശ്നമില്ല, അവളല്ലേ പോയത്, അവൾ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒന്ന് പറഞ്ഞ്, വാ നമുക്ക് പോവാം, അവിടെ ചെന്ന് ഞാൻ കൊണ്ടാക്കാം, നിങ്ങൾ താമസിക്കും, നിങ്ങൾ കൊച്ചാണ്, രണ്ടും കൊച്ചു പിള്ളേരാണ്, നല്ല പ്രായത്തിൽ ജീവിക്കേണ്ട പിള്ളേരാണ് എന്ന് ഞാൻ ആ കൊച്ചിനെ പറയാം. അവൾ പറഞ്ഞതെന്ന്, എൻ്റെ അമ്മയടുത്ത് ഒന്ന് മാപ്പി ചോദിച്ചാലേ ഞാൻ പോവുള്ളൂ എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ അവനൊരാണല്ലേ, അമ്മ ഒന്ന് മാപ്പി ചോദിക്കില്ല. അപ്പോൾ ഇവൾ ഭാര്യ എന്ത് ചെയ്യണം, ഈ തെറ്റ് ഒരാൾ മധ്യസ്ഥ നിൽക്കുകയും പറഞ്ഞ് പോകണം, പോയില്ല. ഒടുക്കം അവൾ ഇവിടെ നിന്ന് അവൾ പ്രസവിച്ചപ്പോൾ കൊച്ചിന് 20 വയസ്സായപ്പോൾ അവൻ്റെ അച്ഛനെ അന്വേഷിച്ച് പോയി. നമ്മൾ നോക്കണം, 20 വയസ്സായപ്പോൾ അവൻ്റെ അച്ഛനെ അന്വേഷിച്ച് പോയി. അവൻ്റെ അച്ഛനെ പോയപ്പോൾ അവൻ്റെ അച്ഛൻ ബാങ്ക് മാനേജറാണ്, ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, വണ്ടി എടുത്ത് കൊടുത്ത് അവൻ സുഖമായിട്ട് ഇപ്പോൾ അവിടെ നിന്ന് ചെയ്യും. ഇവളെന്ത് ചെയ്ത് വേറൊരു കല്യാണം കഴിച്ചു. അവർ ബന്ധം വേറെടുത്തി ഇത് ഭയങ്കരമായിട്ട് കാശൊക്കെ ചില കുറേ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു. രണ്ടുപേരും ഗ്യാസ് പറഞ്ഞ് തന്നെ മിച്ചം. അവസാനം ലാസ്റ്റിൽ ബന്ധം വേറെടുത്തിയപ്പോൾ എന്ത് ചെയ്ത് ഈ ചെറുക്കാൻ അങ്ങ് പോവുകയും ചെയ്ത്. ഇവൾ വേറൊരു കല്യാണം കഴിച്ചു. അവൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവനും കൊണ്ടാൻ കളഞ്ഞു. ഇപ്പോൾ അവൾ തുണിക്കടയിൽ നിൽക്കുകയാണ്. ഇതാണ് പരിസ്ഥിതി. അപ്പോൾ ഒരു സമാധാനമായിട്ടുള്ളൊരു ജീവിതം ആഗ്രഹിക്കുന്നില്ല, ചെയ്യാൻ നോക്കില്ല. ചെറിയ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഈഗോ കാണിച്ച് നിങ്ങളങ്ങനെ വളർത്തിയത്. ഇതിൽ ആരാണ് തെറ്റ്? ഡോക്ടറുടെ ഭാഗത്ത് തെറ്റാണോ അല്ലെങ്കിൽ ഡോക്ടറുടെ ഭാര്യയുടെ ഭാഗത്ത് തെറ്റാണോ? രണ്ടും ഡോക്ടർമാരാണ്. ആരുടെ ഭാഗത്താണ് ശരിക്കുള്ള തെറ്റെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇതെൻ്റെ ചെയ്യേണ്ടത് ആ പള്ളിക്കാർ ഇതിനെ നിങ്ങൾ ഈ പള്ളിക്കാരെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞതല്ല, നിങ്ങൾ ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സമുദായത്തിൽ വിട്ട ഒരു കുട്ടിയെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ട് പള്ളിക്കാരോ, അതായത് എന്തൊരു വാക്കാണ് നിങ്ങൾ പറഞ്ഞത്, അതെനിക്ക് മനസ്സിലാവണമില്ല. അപ്പോൾ രണ്ട് പള്ളിക്കാരും കൂടെ ചേർന്ന് ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കി അതിനെ ഒന്നിച്ച് ചെയ്യാൻ, അല്ലാതെ വീണ്ടും ഒരു കല്യാണം കൂടെ കഴിപ്പിക്കാന്ന് വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടും പ്രയാസമുള്ള കാര്യമാണ്. ആ കുഞ്ഞിൻ്റെ കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു അലരാതി വന്നെന്ന് പറഞ്ഞ് 4 കെട്ടാം. അവൻ പറഞ്ഞു, അപ്പോൾ പത്രക്കാർ ചോദിക്കുന്നു, നിങ്ങളെത്ര കെട്ടി? ഞാൻ 2 കെട്ടി, അന്തസ്സായിട്ടാണ് പറയുന്നത്. നാറി, ആ 2 കെട്ടിയത് അന്തസ്സെന്നാണ് പറയണത്. ആ 2-4 പെണ്ണ് കെട്ടുന്നത് അന്തസ്സെന്നാണ് വിചാരിക്കുന്നത്. അത് ആർക്കും കഴിവില്ലാത്തതുകൊണ്ടല്ല, നിൻ്റെ ഇരിക്കുന്ന സാധനം തന്നെ എല്ലാവരുടെയും ഇരിക്കുന്നത്. പക്ഷേ അതല്ല മര്യാദ. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഒരു ഭാര്യ, കുഞ്ഞുങ്ങൾ, അവരോടൊപ്പം സന്തോഷമായിട്ടുള്ള ജീവിക്കുക, അതാണ് ഒരു ജീവിതം. നീയൊക്കെ പെണ്ണുങ്ങളെ കിടപ്പറ ഉള്ള മിഷനായിട്ട് വിചാരിക്കരുത്. അത് തെറ്റായ ഒരു സന്ദേശമാണ്. ആ സ്ത്രീകൾക്ക് അത് മനസ്സിലാവണമില്ല. ആ സമുദായത്തിലുള്ള സ്ത്രീകളെ വെറും കിടപ്പറ ഉപകരണം എന്ന് പറയാം. ഒരു സമൂഹത്തിൽ വ്യഭിചരിക്കാൻ മാത്രമുള്ള സ്ത്രീ അല്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ
വളരെ ബഹുമാനിക്കുന്നത്. ആ സ്ത്രീകളുള്ളതുകൊണ്ടാണ് ഈ പുരുഷന്മാർ ജന്മം നൽകി വരുന്നത്. അവർ 10 മാസം ചുമന്ന് പ്രസവിച്ചാണ് ഓരോ ജന്മങ്ങൾ ഈ ഭൂമിയിൽ കൊടുക്കുന്നത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 4 5 കെട്ടി ഈ അമ്പലത്തിൽ കാള കയറുമ്പോഴേക്കാരെയല്ല പോകേണ്ടത്. അതൊന്നും അങ്ങനെയല്ല. ആ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് പരിഹരിച്ച് ആ കുടുംബത്തിനെ ഒന്നിക്കാനുള്ളതായിരുന്നു. ഇത് എന്തോ ഒരു നിസ്സാര പ്രശ്നമാണ്. അത് ചെയ്യാതെ അവന് അന്തസ്സായിട്ട് കല്യാണം കഴിച്ചു കൊടുക്കും. ഞങ്ങൾക്ക് ആ അപ്പോൾ ആ പള്ളിയിൽ ചെന്ന് അവർ ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾക്കിത് പ്രശ്നമില്ല. അപ്പം നിങ്ങളൊക്കെ ആജിയാരോ ഓതിയാരൊക്കെ അല്ലേ? നിങ്ങൾക്കൊക്കെ അറിവുള്ള സമൂഹത്തിനെ തിരുത്തി കൊണ്ടുപോകേണ്ട ആൾക്കാർ നിങ്ങൾ ഇതുപോലെ ചെയ്യണം ശരിയാണോ? പിന്നെ ആ ഡോക്ടർ താങ്കൾ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം, പക്ഷേ താങ്കളുടെ ഒരു കുഞ്ഞ് ഇവിടെ ഉണ്ട്. നാളെ ആ കുഞ്ഞ് എന്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്, സമൂഹത്തിൽ എന്തുമാത്രം നിൻ്റെ അച്ഛൻ അങ്ങ് പിണങ്ങിപ്പോയി, നിൻ്റെ അച്ഛൻ വേറെ പോയി. എന്നിട്ട് ഈ ടീച്ചർ ഈ ഡോക്ടർ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതെന്നറിയാം. നിങ്ങൾ ഭർത്താവില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലരും നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചാലും നിങ്ങളെക്കുറിച്ച് മോശമായ രീതിയിലെ അഭിപ്രായങ്ങൾ ആൾക്കാർ പറയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഒരു കുടുംബജീവിതം മൺകലം പോലെയാണ്. പിഴുന്ന് പൊട്ടിയാൽ പിന്നെ ഒത്തുതീർക്കാൻ പാടാണ്. അത് പൊട്ടാതെ സൂക്ഷിക്കേണ്ട സ്ത്രീകളാണ്. 6 വർഷം നിങ്ങൾ തമ്മിലെ ബന്ധം ഇത്രയും വഷളാവേണ്ട കാരണം എന്തെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക. അത് ഇതിന് മുമ്പേ പരിഹരിക്കാനുള്ളത് വീട്ടുകാർ. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്ക് ഈഗോ ഉണ്ട്. നിങ്ങൾക്ക് ജോലിയുണ്ട് എന്നുള്ള ആ ഒരു ഈഗോ ഉണ്ട്, അദ്ദേഹം എനിക്കും പടിയുണ്ട് എന്നുള്ള 2 ഈഗോ ആണ് ഇതിനകത്തുള്ള കുഴപ്പം. പക്ഷേ നിങ്ങളെ ഈഗോ ഉണ്ട് നഷ്ടപ്പെടുന്നത് ആ കുഞ്ഞാണ്, ഇടയ്ക്കുള്ള ഒരു കുഞ്ഞ്. അത് ചോദിച്ചിട്ടല്ല അതിന് ജന്മം നിങ്ങൾ നൽകിയത്. നിങ്ങളെ സുഖത്തിന് വേണ്ടി അതിന് ജന്മം നൽകി. പക്ഷേ അത് ഇനി ഈ ഭൂമിയിൽ എന്തൊക്കെ മാത്രം അനുഭവിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആരെയൊക്കെ വായിരിക്കും കേൾക്കണമെന്ന് അറിയാം. ആ കുഞ്ഞ് വലുതാവും തോറും അച്ഛൻ പിണങ്ങിപ്പോയി, അമ്മ ഇങ്ങനെയൊക്കെ ആ കൊച്ചിനെ പലരും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഈ കൊച്ചിനെ കുത്തി നോക്കിക്കും ആൾക്കാർ. അതൊക്കെ കേൾക്കേണ്ട ആ കൊച്ചല്ലേ? നിങ്ങൾ പറയണ 6 വർഷം കൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഒന്നും കൊടുത്തില്ല, ഞാനാണ് നോക്കണം. ആ ഒരു അഹങ്കാരമാണോ? ഞാനാണ് നോക്കണം എന്നുള്ള അത് ഇങ്ങനെയൊന്നും പറഞ്ഞ് മക്കളെ വളർത്തുക. ഈ കൊച്ച് നിങ്ങളെ കണ്ടു വേണം നാളെ വേറൊരു കുടുംബത്തിൽ നിന്ന് ജീവിക്കാനുള്ള പെൺകൊച്ചാണ്, നാളത്തെ ഒരു അമ്മയാണ്. നിങ്ങളുടെ സ്വഭാവം കണ്ടല്ലേ ആ കുഞ്ഞ് അടുത്ത വീട്ടിൽ ചെന്നാൽ നിങ്ങൾ ഇവിടുന്ന് ഭർത്താവായിട്ട് നേരെ ജീവിക്കാത്തൊരു സ്ത്രീ ആകുമ്പോൾ ആ കുഞ്ഞ് എങ്ങനെയെന്ന് ആ വീട്ടിൽ ജീവിക്കും? ആ വീട്ടിൽ പോകുമ്പോൾ ആ കുഞ്ഞ് ഇതുപോലെയല്ലേ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ വരാതെ നിങ്ങളത് 6 വർഷത്തിന് മുമ്പേ അയാൾ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ളതായിരുന്നു. പരിഹരിച്ച് നല്ലൊരു ജീവിതം നയിച്ച് നല്ലൊരു ഭാര്യയായി ആ കുഞ്ഞിന് നല്ലൊരു അമ്മയും നല്ലൊരു അച്ഛനുമായി സന്തോഷമായിട്ട് ജീവിക്കേണ്ട നിങ്ങളാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥിതി വന്ന് പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ പറയേണ്ട ഒരു സ്ഥിതി ആയത്. മനസ്സിലായില്ലേ? അല്ലാതെ 100 പവൻ കാണാൻ അയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. എനിക്ക് സൗന്ദര്യമില്ല. ഈ രാഷ്ട്രീയം നമ്മൾ പറയുന്ന ഒരു വാക്കാണ് അമ്മാവൻ പീഡിപ്പിച്ചു, അമ്മാവി പീഡിപ്പിച്ചു. ഇതൊക്കെ സ്വാഭാവികം എല്ലാ വീടുകളിലും ഉള്ളത് തന്നെ. അവസാനം നമുക്ക് നിൽക്കക്കള്ളിയില്ല വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് അമ്മാവൻ പീഡിപ്പിച്ചു, അമ്മാവി പീഡിപ്പിച്ചു, ഇനി എന്നെ അവിടെ പീഡിപ്പിച്ചു, ഇവിടെ പീഡിപ്പിച്ചു. ഇതൊക്കെ അവസാനം പറഞ്ഞ ഒരു വാക്കാണ്. അതൊന്നുമല്ല. ഒരു കുടുംബമാകുമ്പോൾ കുറച്ച് കഷ്ടവും നഷ്ടമൊക്കെ ഉണ്ടാകും, കുറേ ഈ വിട്ടുവീഴ്ചകളുണ്ടാവണം. ചിലപ്പോൾ ഈ ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാകും, വല്ലതൊക്കെ പറഞ്ഞത്. അത് ക്ഷമ. ഈ പെണ്ണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹിന്ദുക്കളിൽ പറഞ്ഞത് ഭൂമാദേവിയാണ്. ഭൂമിയോട് ക്ഷമിക്കുക, ക്ഷമയിൽ അങ്ങേയറ്റമാണ്. നമ്മളെ സ്പീക്കർ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ സ്പീക്കർ എന്ന് വെച്ചാൽ ക്ഷമയിൽ അങ്ങേയറ്റമാണ്. അതുപോലെ അങ്ങേയറ്റമാണ് ക്ഷമയിൽ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ. അതാണ് സ്ത്രീത്. പക്ഷേ ഈ അങ്ങേയറ്റം എന്ന് പറഞ്ഞിട്ട് ഈ ആണുങ്ങളൊരു കാര്യം കയറി ചവിട്ടരുത്. നീ ഒരു ഭാര്യയെ വെച്ചിട്ട് വേറൊരു ഭാര്യയെ കല്യാണം കഴിച്ചത് വെറുതെ തെറ്റാണ്. അത് അല്ലെങ്കിൽ ആ കുടുംബക്കാർ വിചാരിക്കണ്ടേ അവൻ വേറെ കല്യാണം കഴിച്ചാണ്. അല്ലെങ്കിൽ പെണ്ണ് കല്യാണം കഴിക്കുമ്പോൾ അവനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എന്തായാലും അറിയാമല്ലോ അവൻ വേറെ കല്യാണം കഴിച്ചാണ്. എങ്ങനെ ആ മറ്റേ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് എങ്ങനെ കല്യാണം കഴിച്ച് കൊടുക്കാൻ തോന്നിയത്? ചില വീഡിയോയിലൊക്കെ കാണുന്നത് കിളവന്മാരാണ് കൊച്ചു പെമ്പിള്ളേരെ വിവാഹം കഴിയുന്നത്. നിനക്കങ്ങ് എങ്ങനെ മനസ്സ് പറഞ്ഞിട്ടാകുന്നത്? ഈ കൊച്ചു പെമ്പിൾ നമ്മളെ പ്രായത്തിനനുസരിച്ച് വേണ്ടേ നമ്മൾ നീങ്ങേ? നമ്മളൊക്കെ ഒരു പ്രായമായി കഴിഞ്ഞാൽ ഞാനൊക്കെ റോട്ടെ പോകുന്ന സ്ത്രീയെ പോലും നേരെ നോക്കില്ല. കാര്യം എനിക്ക് മക്കളുണ്ട്, എൻ്റെ മോനുണ്ട്, എൻ്റെ മോളുണ്ട്. നമ്മൾ എന്തെങ്കിലും സ്ത്രീകൾ മോശമായ രീതിയിൽ സംസാരിച്ചിട്ട് ഈ മക്കളെ മുഖത്ത് വേണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊക്കെ ആ പ്രായം കൊണ്ട് ബഹുമാനിക്കുക. നീയൊക്കെ ചെറുമോളെ പ്രായമുള്ള പെൺപിള്ളേരെ വിവാഹം കഴിച്ചിട്ട് നടക്കുന്നത്. ഇതാണ് ഇവൻ്റെയൊക്കെ സ്വഭാവം. അപ്പോൾ പെണ്ണിന് നിങ്ങൾ കിടപ്പറ ആയിട്ടാണ് പെണ്ണിനെ കാണുന്നത്. അല്ല, പെണ്ണെന്ന് പറഞ്ഞാൽ ബഹുമാനം നിങ്ങൾ കൊടുക്കുന്നില്ല. അതിൻ്റെ ഈ സമൂഹത്തിൽ നിങ്ങൾ കുറേ മാറാറുണ്ട്. ഇനി ഒരുപാട് മാറാറുണ്ട്. നിങ്ങൾ മാറിയിട്ടില്ല. കുറേ വിദ്യാഭ്യാസമുള്ള സമൂഹങ്ങളുണ്ട്. ചില പെൺപിള്ളേരൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇന്നാളൊരു പെൺകുട്ടി വളരെ ഇതായിട്ട് ഞാൻ കണ്ടത്. ആ കൊച്ച് പറഞ്ഞത് ശരിയാണ്. ഈ തലയിൽ എഴുതിയിടുക, മറ്റേ തുണി എന്താ പേര് പറയുന്നത് നിങ്ങൾ? അത് ഇടുക. അത് ഇട്ടില്ലെങ്കിൽ എന്തൊരു അറാമ്. ഇങ്ങനെ പിന്നെ പെൺകുട്ടികളൊന്നും ഡാൻസ് കളിക്കാൻ പാടില്ല. അവർ ഈ പ്രായത്തിലാണ് ഡാൻസ് കളിക്കാനും സന്തോഷിക്കാനും ഒക്കെ. ഈ പ്രായം കഴിഞ്ഞ് നിങ്ങളൊക്കെ കിളവന്മാരാകും കിളവിയാലും ഞാൻ ഡാൻസ് കളിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഞാൻ ഡാൻസ് കളിച്ചാൽ എൻ്റെ നാട്ടുകാർ കല്ലെടുത്തെറിയും. പക്ഷേ എൻ്റെ മോൻ കളിച്ചാൽ ആൾക്കാർ കാണാൻ സുഖം. അപ്പോൾ ആ പ്രായം അനുസരിച്ച് ആ പിള്ളേരൊക്കെ
കൊച്ചു പ്രായത്തിൽ ഡാൻസ് കളിക്കുകയും ഒരു നല്ല ഉന്മേഷം നടക്കട്ടെ. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഈ തലയിൽ തുണി ഇടുമ്പോഴേ നിങ്ങളൊരു ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ പോണ മുസ്ലിം കുട്ടി എന്ന് പറയും. അത് പറയാതിരിക്കും എന്ത് ചെയ്യണം, ആ തലയിൽ തുണി പാടില്ല. അപ്പോൾ ഏത് സമുദായക്കാരാണ് ആരാണ് എന്താണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയല്ലേ ജീവിക്കുന്നതല്ലേ നല്ലത്. ഞാൻ എൻ്റെ മോനെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ കൊണ്ടാക്കിയപ്പോൾ ശ്രീകുമാർ സാറിന് സാറ് എൻ്റെ അടുത്ത് പറഞ്ഞാണ്, എടാ അത് അമൂൽ ബേബിയായി പോകും, ഗവൺമെൻറ് സ്കൂളിലാക്കുക. അപ്പോൾ 4 ജാതിക്കാർ പഠിക്കുന്ന സ്കൂളാണ്. അവിടെ ആകുമ്പോൾ ഒരു എല്ലാ സ്വഭാവവും അവന് കിട്ടും. ഒരാൾ തള്ളാനുള്ള ധൈര്യവും ഉണ്ടാവും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞാൽ ശരി, ഞാൻ അങ്ങനെ പഠിപ്പിച്ചു. അവിടെ എല്ലാ സമുദായക്കാരനും എല്ലാ ജാതിക്കാരനും ഉണ്ട്. അപ്പോൾ ഈ പെമ്പിള്ളേരൊക്കെ ഒന്ന് ചാടി നിർത്തി ഡാൻസ്, അതായത് കുഞ്ഞു മക്കളല്ലേ, അവർ 10, 12, 20 വയസ്സായ കുഞ്ഞു മക്കളല്ലേ, അവർ ഈ പ്രായത്തിൽ ഡാൻസ് കളിക്കാനൊന്ന് ചാടാനും ഒക്കെ ഉള്ളത്. അത് പിന്നെ ഈ 45, 50 വയസ്സാകുമ്പോഴാണ് ചാടുന്നത്. ഇപ്പോൾ അവർ സൂഹിക്കട്ടെ, അവരിത്തിരി സന്തോഷിക്കട്ടെ, അവരെ മനസ്സ് സന്തോഷിച്ച് ഉല്ലസിക്കട്ടെ. നിങ്ങൾ അതിനെയൊക്കെ ഒന്ന് ആറാം കിറാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കാതെ, അവർ മോശമായി ഒന്നുമില്ല, നല്ല ഡ്രസ്സ് ചെയ്ത് ഒരു ഡാൻസ് കളിക്കുന്നുണ്ട്, അതിൽ അവർക്കൊരു മനസ്സമ്മതി തൃപ്തിയൊക്കെ കിട്ടും. അതല്ലേ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടത് അല്ലേ? അതുകൊണ്ട് എനിക്ക് ഈ ഡോക്ടറോട് പറയാനുള്ളത്, നിങ്ങളുടെ 2 പേരുടെ ഭാഗത്തും ഭയങ്കര തെറ്റാണ്. നിങ്ങൾ ചെയ്ത 2 തെറ്റിനും അനുഭവിക്കുന്നത് 3ാം തലമുറ ആ കുഞ്ഞാണ്. ആ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ കുഞ്ഞ് എന്നെ പ്രസവിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ കുഞ്ഞിനെ നിങ്ങൾ അനാഥാക്കി. നിങ്ങൾ 2 പേരും ഈഗോ. 100 പവൻ കൊടുത്ത് അയച്ചു, 100 പവൻ കൊടുത്തു എന്നൊക്കെ പറയണം. 100 പവൻ കൊടുത്ത് അദ്ദേഹം പറഞ്ഞാൽ അത് ചോദിച്ചാൽ ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ. നിങ്ങൾ ഒരു നാട്ടുകാരാണ്, അയാളെക്കുറിച്ച് നന്നായിട്ട് നിങ്ങൾക്കറിയാം. നിങ്ങൾ തന്നെ ഒരു നാട്ടുകാരാണ്, 20 വയസ്സിൽ പ്രേമിച്ച് സ്നേഹിച്ചെന്താ വന്നതാണ് നിങ്ങൾക്ക് അറിയാമെന്ന്. ഒരേ വീട്ടുകാരാണ്, ഒരേ നാട്ടുകാരാണ്, ഒരേ കുടുംബക്കാരാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ നല്ലതായിട്ട് അറിയാമല്ലോ. ആ കുടുംബത്തിൽ അച്ഛനും അമ്മയും ഒക്കെ അറിയാമായിരിക്കുമല്ലോ. അറിഞ്ഞിട്ടില്ലേ നിങ്ങൾ വിവാഹം കഴിച്ച് പോയത്. അപ്പോൾ ഡോക്ടറെ എന്തെങ്കിലും പറയുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് എല്ലാ കുടുംബങ്ങൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ പരിഹരിച്ച് പ്രശ്നങ്ങളില്ലാതെ, വഴക്കുണ്ടാകാത്ത ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, വഴക്കുണ്ടാകാത്ത വീടൊന്നുമില്ല. കുടുംബങ്ങൾ കുടുംബം എന്ന് പറയുമ്പോൾ ചില കലഹങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ എന്തെന്ന് കുടുംബം അങ്ങ് ചെറിയ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. 5 ദിവസം മാറിയിരിക്കും. പിന്നെ അത് പറഞ്ഞു അതിന് മൂർഖത വിചാരിക്കാൻ പാടില്ല. മൂർഖത വിചാരിക്കുമ്പോഴാണ്, നമ്മൾ വാശി പിടിക്കുമ്പോഴാണ്. നിങ്ങൾക്ക് 2 പേർക്കും ചെറിയൊരു പ്രശ്നമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ചെറിയ പ്രശ്നമേ ഉള്ളൂ. ആ ചെറിയ പ്രശ്നം നിങ്ങൾ 2 പേരും ഈഗോ കാണിച്ച്, നിങ്ങൾക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്, അതിൻ്റെ ഈഗോ നിങ്ങൾക്ക്, അദ്ദേഹത്തിന് ജോലിയുണ്ട്, ശമ്പളമുണ്ട്, അത് ഈഗോ. ഈ 2 ഈഗോയുടെ ഇടയിൽ ചെറിയൊരു പ്രശ്നമാണ്. നിങ്ങൾ ഇത്ര ദിവസം പറഞ്ഞിട്ടും അദ്ദേഹം ഒരു പെണ്ണുപിടിക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല, ഒരു വെള്ളമടിക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന വാചകത്തിലൊന്നും അദ്ദേഹത്തിന് വേറെ കുറ്റങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ചെറിയ പ്രശ്നം, എന്തോ ഒരു ചെറിയ പ്രശ്നം, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരു കുറ്റം അദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്നില്ല, ആ മനുഷ്യനെക്കുറിച്ച്. അത് ആരെന്ന് എനിക്കറിയാം, നമ്മളിതൊരു വീഡിയോയിൽ കണ്ടിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം, അത് ഇത്രയും വലുത്. അയാൾ 6 വർഷം വരെ നിങ്ങൾക്ക് വേണ്ടി നോക്കിയിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടാണ് അപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ച് വരേണ്ടതല്ലേ. ഒരു മുള്ള് വന്ന് ഇല വന്ന് മുള്ളി വരുന്ന കേട് ഇലയ്ക്കാണ്, മുള്ളിനൊന്നുമില്ല. അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഭൂമാദേവിയാണ്. ഭൂമിയോളം ക്ഷമിക്കാൻ സ്ത്രീയാണ് ഒരു കുടുംബം കൊണ്ടുപോകണത്. ആ സ്ത്രീ വിചാരിച്ചാലേ കുടുംബം കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ ഒരിക്കലും പുരുഷൻ വിചാരിച്ചൊരു കുടുംബം കൊണ്ടുപോകാൻ സ്വപ്നം കാണണ്ട. ഞാനൊക്കെ വെറും അലിമ്പായിരുന്നാണ്. എന്നെ നേരൊഴുക്കി കൊണ്ടുപോയത് എൻ്റെ ഭാര്യയാണ്. അല്ലാതെ നിങ്ങൾ അല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കില്ല. ഇങ്ങനെ ഞാൻ അല്ല വേറെ പെണ്ണൊന്നും കെട്ടിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ജയിലിലാണ് കിടക്കുവാൻ. അങ്ങനെയാണ് എൻ്റെ സ്വഭാവങ്ങൾ. അപ്പോൾ അത് പെണ്ണാണ് നേർവഴിക്ക് കൊണ്ടുപോകണത്. നമ്മളെന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ ഒരു ക്ഷമ ഇതൊക്കെ കാണിക്കുന്ന പെണ്ണാണ്. പുരുഷന്മാർ ചില പെട്ടെന്ന് ദേഷ്യം വരും, നമ്മൾ വഴക്ക് പറയും. അത് കേട്ട് ഒന്ന് ക്ഷമിക്കാനുള്ള മനസ്സ് ഒരു 10 മിനിറ്റ് കാര്യമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടറെ കൈവിട്ടുപോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടറെ. ആ കുഞ്ഞിൻ്റെ ഭാവി കൂടെ നിങ്ങൾ ഇല്ലാതായി. ഞാൻ അതേ പറയുള്ളൂ. എനിക്ക് നിങ്ങളുടെ ഭാവിയല്ല, നിങ്ങളുടെ ഭാവി കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരു ജോലിയുണ്ട്, പെൻഷനുണ്ട്, എല്ലാം ചെയ്യും. പക്ഷേ ആ കൊച്ചിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു.